പൂവിളി പൂവിളി പൊന്നോണമായി. ഞങ്ങളുടെയൊക്കെ ഈ ഓണാട്ടുകര പ്രദേശത്ത് ഈ ചിങ്ങമാസം ഒരു പകുതിയാവുമ്പം രണ്ട് വീട്ടമ്മമാർ തമ്മിൽ കണ്ടാൽ ആദ്യം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആദ്യത്തെ കുശലം എന്താണെന്നറിയോ? അത് ഓണപ്പുഴുക്കൊക്കെ കഴിഞ്ഞു, ഓണത്തിൻ്റെ വിറകൊക്കെ കീറി അടുക്കിയും. ഈ രണ്ട് ചോദ്യങ്ങൾ ഏത് വീട്ടമ്മമാരും പരസ്പരം കണ്ടാൽ ചോദിക്കുന്ന ചോദ്യമാണ്. കുശുമ്പും കുന്നായ്മയല്ല അന്ന് ചോദിക്കുന്നത്. അന്ന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. എന്ന് വെച്ചാൽ അന്ന് ഗ്യാസ് വയറ്റിലേ ഉള്ളൂ, നമ്മൾ ഗ്യാസ് വെച്ചല്ലോ ഈ തീയരിക്കുന്നത്. എല്ലാ സാധനങ്ങളും വിറകും ചുള്ളിയും കരിയിലയും ഒക്കെ വെച്ചല്ലേ. അപ്പം ഓണ സമയത്ത് കൃത്യമായിട്ട് ഈ ഉപ്പേരി വറക്കണമെങ്കിൽ ഏറ്റവും നല്ല വിറക് തന്നെ വേണം. കാരണം അത് നിന്ന് സ്ഥായിയായിട്ട് എരിഞ്ഞ് ഈ ഓട്ടുരുളിയിലാണല്ലോ നമ്മൾ ഉപ്പേരി വറുത്തെടുക്കുന്നത്. അപ്പോൾ അതിനൊരു പരുവമുണ്ട്. ആ തീയെ പാകത്തിലുള്ള തീയാകും, അല്ലെങ്കിൽ കരിഞ്ഞു പോകും, അല്ലെങ്കിൽ ചൂട് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ രുചി വ്യത്യാസം വരും. അപ്പോൾ അത് വെളിച്ചെണ്ണയുടെ പാകം, ഈ ചൂടിൻ്റെ ഒരു പാകം, ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു കൃത്യത ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ഉപ്പേരി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിന് വിറക് വളരെ പ്രധാനമാണ്. അപ്പം ഏതെങ്കിലും നമ്മൾ ഒരു പാഴ്മരം നമ്മൾ കണ്ടുവെക്കും, അത് നമ്മൾ ഈ ഓണ സമയമാകുമ്പോൾ അതിൻ്റെ ഒരു കൊമ്പിറക്കുകയോ അല്ല എന്തെങ്കിലും ഒന്ന് നമ്മൾ ചെയ്തിട്ട് അതിനാവശ്യമായ വിറക് ഈ ഉപ്പേരി വറക്കുന്നതിനടക്കം ഓണം കണക്കാക്കി ഒരു കൃത്യമായിട്ട് ഉണക്കിയെടുക്കത്തക്കോണം കൃത്യമായിട്ടത് നമ്മൾ കീറി വെക്കും. ഇതൊന്നും കൂലിക്കാരെയും കൊടുത്തല്ല ചെയ്തിരുന്നത്. ഇത് വീട്ടിൽ തന്നെയുണ്ട്, നമ്മുടെ കോടാലിയുണ്ട്. അപ്പം ഒന്നിൽ അപ്പൂപ്പൻ അല്ലെങ്കിൽ ചിറ്റപ്പൻ മറ്റുള്ള ആരെങ്കിലും നമ്മൾ വീട്ടിലുള്ളവർ തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പം ഇത് നേരത്തെ ഉണക്കി അടുക്കി നമ്മുടെ ചരിപ്പിൻ്റെ അല്ലെങ്കിൽ എരുത്തിലിനോട് ചേർന്നുള്ള ഒരു കളിയിൽ എന്ന് പറയുന്നൊരു ചെറിയ മുറിയുണ്ട്, അതിൻ്റെ തിണ്ണയ്ക്കോ എവിടെയെങ്കിലും, അല്ലെങ്കിൽ എരുത്തിലിൻ്റെ മേളിൽ സാധനങ്ങളൊക്കെ വെക്കുന്നിടത്ത് അടുക്കി വെക്കും. അപ്പം ഓണത്തിനാവശ്യമായ വിറക് കൃത്യമായി ഉണക്കി വെച്ചു. അതൊന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓണപ്പുഴുക്കാണ്. ഓണപ്പുഴുക്കെന്ന് പറയുന്നത് നെല്ലാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ കുട്ടകം ഓണത്തിൻ്റെ മറ്റൊരു പ്രതീകമാണ്. ഈ രണ്ട് കാതുള്ള വലിയ കുട്ടകം. ഇന്നൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളോടൊന്നും പറഞ്ഞാൽ എത്ര കണ്ടത് മനസ്സിലാവും എന്നറിയില്ല. പണ്ട് ഈ വീട്ടിൽ തന്നെ കല്യാണങ്ങൾ നടക്കുന്ന ഒരു കാലമാണ് പഴയ കാലം. ഇപ്പോൾ കല്യാണത്തിന് ദേഹണ്ണക്കാർ സദ്യ ഉണ്ടാക്കുന്നു, കലവറ, ദേഹണ്ണപ്പുര, ഇങ്ങനെ ഈ തലയിൽ കെട്ടുമൊക്കെ കെട്ടി തോളയിലൊരു തോർത്തുമൊക്കെ കെട്ടി ദേഹണ്ണത്തിന് നേതൃത്വം നൽകുന്ന പാചകക്കാരുണ്ട്. അപ്പോൾ അവരുടെ ഒരു കാലത്ത് ഈ നമുക്ക് വീട്ടിലെ വെള്ളം തീർന്നു പോകും. കിണർ മാത്രമാണല്ലോ ഏക ആശ്രയം വെള്ളത്തിന്. അപ്പോൾ ഈ വെള്ളം സ്ഥിരമായി ഒരു കല്യാണ സദ്യക്കുള്ള വെള്ളം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് ഈ വലിയ കുട്ടകത്തിനകത്ത് അടുത്തുള്ള വീടുകളിൽ നിന്നെല്ലാം വെള്ളം കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ട് വശത്തിന് രണ്ട് പിടിയുണ്ട്. ഒരു ഉളക്ക ഈ പിടിക്കകത്ത് രണ്ടിനകത്തൂടെ കയറ്റിയിട്ട് രണ്ടുപേരും മുമ്പിലും പുറകിലും നിന്ന് ഇതിങ്ങനെ ഈ വെള്ളം ഇതിനകത്ത് നിറച്ച് താങ്ങിക്കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഇന്നൊന്നും എനിക്ക് തോന്നുന്നു ഒരു 10 പേരുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്തുകൊണ്ട് വരാൻ പറ്റത്തില്ല. പക്ഷേ അതിനൊരു തിട്ടമുണ്ട്, അതിനൊരു കൈപ്പുണ്യമുണ്ട്, ആ ഒരു കരവിരുതാണത്. അത് കൃത്യമായിട്ട് ഈ വെള്ളം മുഴുവൻ കൊണ്ടുവരും. ഈ കുട്ടകം ഒരു വിവിധോദ്ദേശ ഒരു ഉപയോഗമുള്ള ഒരു വീട്ടുപകരണമായിരുന്നു. നമുക്ക് വെള്ളം കോരി വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ കൈ കഴുകാനായിട്ട് നമുക്ക് അന്ന് ടാപ്പില്ലല്ലോ. അന്ന് ഈ കുട്ടകത്തിനകത്ത് വെള്ളം നിറച്ചിട്ട് 2 ചിരട്ടയായിടുന്നത്. ആ ചിരട്ടയിൽ വെള്ളം കോരിയാണ് നമ്മൾ ഊണ് കഴിക്കുന്നതിന് മുമ്പും കൈ കഴുകുന്നത്. അതുപോലെ തന്നെ ഈ കുട്ടകത്തിൽ തന്നെയാണ് നെല്ല് പുഴുങ്ങാനെടുക്കുന്നത്. അപ്പോൾ ഈ കുട്ടകം കഴുകി വൃത്തിയാക്കി ഇതിനെടുക്കുന്നു. എടുത്തു കഴിഞ്ഞാൽ അതിനകത്തിൽ ആവശ്യത്തിന് നെല്ല് പത്തായത്തിൽ നിന്ന് അളന്ന് എടുക്കുന്നു. ഇതിനകത്തിലിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നിൽ ഒരു പുഴുക്കൻ ഇല്ലെങ്കിൽ ഇരുപുഴുക്കനായിട്ട് അത് പുഴുങ്ങുന്നു. ഓണപ്പുഴുക്കെന്ന് പറയുന്നത് ഓണത്തിന് 1 or 2 പ്രാവശ്യം ഇതുപോലെ പുഴുങ്ങി ഇത് ചിക്കുവായിലിട്ടാണ് ഇത് ഉണക്കുന്നത്. ഇന്നൊക്കെ ഈ ചിക്കുവായ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഈ കൈത തന്നെ 2 തരമുണ്ട്. അപ്പോൾ അതിനകത്ത് ചെറുകൈതയുണ്ട്, ആൺകൈതയുണ്ട്. ഈ ആൺകൈതയുടെ ഓലയാണ് നമ്മൾ അതിൻ്റെ മുള്ള് കളഞ്ഞ് അത് വട്ടത്തിൽ ചുറ്റി അത് വെയിലിൽ ഉണക്കി അത് അടുപ്പിലെ ഈ പാതകത്തിൻ്റെ മുകളിലെ ചേരിൽ വെച്ച് അതിനെ പരുവപ്പെടുത്തിയെടുത്താണ് ഈ ചിക്കുവ നെയ്യുന്നത്. അപ്പോൾ ആ ചിക്കുവായിലിട്ടാണ് ഉണക്കുന്നത്. അപ്പോൾ കാക്കയ്ക്ക് കാവലിരിക്കുന്ന ഞങ്ങളൊക്കെയാണ്. അപ്പോൾ അന്ന് ഓണപ്പുഴുക്ക് കഴിഞ്ഞാൽ നിരന്തരമായി നമ്മൾ ഈ കാക്ക ഓടിക്കാനായിട്ട് ഇരിക്കേണ്ടി വരും. കാരണം ദിവസങ്ങളോളം ഇങ്ങനെ പുഴുങ്ങിയെടുക്കും. അന്ന് തിരുവോണത്തിൻ്റെ അന്ന് മാത്രമല്ല, ഇന്നിപ്പം നമ്മൾ തിരുവോണം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കഷ്ടിച്ച് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ പുറത്തുനിന്ന് എവിടെ നിന്ന് ഭക്ഷണം വാങ്ങാമെന്നുള്ളതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. അന്നും ആ ഒരു ചിന്തയില്ലല്ലോ നമുക്ക്. അങ്ങനെ ഒരു ചിന്തയോ അതിനെക്കുറിച്ച് ഒരു ആലോചന പോലും അന്നത്തെ കാലത്ത് നമുക്ക്
മനുഷ്യൻ്റെ മനസ്സിൻ്റെ 7 അയലത്തില്ലായിരുന്നെന്ന്. അപ്പോൾ ഈ ഓണപ്പുഴുക്കും അതുപോലെ തന്നെ ഓണവിറകും ഇത് രണ്ടും ഓണത്തിൻ്റെ മുന്നൊരുക്കങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളായിരുന്നു. വൃത്തിബോധം, ഓണത്തിൻ്റെ വൃത്തിയാക്കൽ, ഓണപ്പുഴുക്ക്, അതുപോലെ തന്നെ ഓണത്തിൻ്റെ വിറക് കീറൽ. മാത്രമല്ല ഓണസമയമാകുമ്പോൾ പ്രകൃതിക്ക് പോലും വലിയൊരു മാറ്റമുണ്ട്. എനിക്ക് ഇതെൻ്റെ അനുഭവം മാത്രമാണോ എന്ന് എനിക്കറിയില്ല. ഓണസമയത്ത് മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരുതരം പക്കിയുണ്ട്. ഞങ്ങളതിന് ഓണപ്പക്കി എന്നാണ് പറയുന്നത്. ഒരു മഞ്ഞ, അതിൻ്റെ ദേഹത്തൊരു മഞ്ഞ ഛായയുണ്ട് ഇതിന്. അത് ഈ ഓണത്തിൻ്റെ വെയിലും ഒരു പ്രത്യേകതയുണ്ട്. ഓണത്തിൻ്റെ വെയിലും ഒരു മഞ്ഞ വെയിൽ എന്ന് ഞങ്ങൾ പറയും. ഈ പക്കി ആ ഓണവെയിലിൽ ഇങ്ങനെ പറന്ന് കൂട്ടത്തോടെ പോകുമ്പോൾ അത് ഞങ്ങളൊക്കെയാണെന്ന് പറയും ഓണപ്പക്കിയാണ്, ഓണം വന്നു. ഓണത്തെ വിളിച്ചറിയിക്കുന്ന പ്രകൃതിക്ക് പോലും ഒരു വല്ലാത്ത മാറ്റമായിരുന്നു ഈ ഓണസമയത്ത്. അത് ഈ കാലാവസ്ഥയിൽ മാറ്റം വരികയും കാലാവസ്ഥയുടെ ഗുണിതഗണിതങ്ങളാകെ തെറ്റുകയൊക്കെ ചെയ്തപ്പോൾ അതിനകത്തിലൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ നമുക്കൊക്കെ അത് അനുഭവവേദ്യമായിരുന്നു. ഓണവെയിൽ, ഓണത്തിൻ്റെ നിലാവ്, ഓണക്കാലത്തെ ആ നിലാവിന് പോലും എന്തോ ഒരു നന്മയുണ്ടായിരുന്നു. അപ്പോൾ കാരണം എല്ലാ കളികളും, ഓണത്തിൻ്റെ കളികളും ഓണവുമായി ബന്ധപ്പെട്ട കൂട്ടായ്മകളും എല്ലാം നടക്കുന്നത് പകൽ മാത്രമായിരുന്നില്ല. അന്ന് സന്ധ്യയ്ക്ക് ശേഷം നമ്മൾ വീടിൻ്റെ മുറ്റത്തും പറമ്പിലും ഇരുന്ന് ഓണക്കളികളും, അതായത് അന്ന് അയൽപക്ക ബന്ധങ്ങൾ വളരെ കൂടുതലാണല്ലോ. എല്ലാ അയൽപക്കക്കാരും, കാരണം മനുഷ്യരെക്കാൾ കൂടുതൽ മതിലുകളുള്ള കാലത്തെ കാര്യമല്ല ഞാനീ പറഞ്ഞത്. അന്ന് മതിലില്ലല്ലോ. ഓരോ വീട്ടിലേക്കും പോകാൻ വേണ്ടി ഓരോ നടവഴിയാണ്. അപ്പം നമ്മളാരും പ്രധാനപ്പെട്ട വഴിയിലൂടെ റോഡിലൂടെയല്ല പോകുന്നത്. എല്ലാവരും ഒരുപക്ഷെ തൊട്ടടുത്ത വീടിൻ്റെ അടുക്കളയുടെ മുൻപിൽ കൂടാണ് നമ്മൾ അങ്ങേപ്പുറത്തോട്ട് പോകുന്നത്. ആർക്കും ഒരു പരാതിയില്ല. കാരണം അത് എൻ്റേത് മാത്രം, എനിക്ക് മാത്രം നടക്കാനുള്ളതെന്നുള്ള ഒരു ചിന്തയില്ലല്ലോ. പക്ഷെ ഓണക്കാലത്ത് അത് ഒരു പണത്തൂക്കം മുന്നിലാണ്. കാരണം കുട്ടികളായും മുതിർന്നവരായും എല്ലാവരും ഒരു വലിയ പാരസ്പര്യം, അത് ഹൃദയം ചേർന്ന ഒരു ബന്ധമാണ്. അതൊന്നും ഇന്നത്തെ കാലത്ത് അതൊക്കെ നമുക്ക് ആലോചിക്കാൻ പോലും കഴിയത്തില്ല. കാരണം ഒരു മതിലിനപ്പുറത്ത് എന്ത് നടക്കുന്നു എന്നറിയാത്ത ഒരു കാലത്ത് നമ്മൾ അങ്ങനെ ഒരു കൂട്ടായ്മയെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമുണ്ട്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൺ ദ ഡോട്ട് മീഡിയ.